2025 ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായി മാറിയത് US നികുതി നയങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ ലക്ഷ്യമാക്കി ട്രംപ് ഭരണകൂടം സ്വീകരിച്ച കടുത്ത വ്യാപാര സമീപനങ്ങളാണ് ലോകശ്രദ്ധ ആകർഷിച്ചത്. തുടക്കത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ചുമത്തിയ US പിന്നീട് റഷ്യയുമായി ഇന്ത്യ നടത്തുന്ന വ്യാപാര ഇടപാടുകളെ ചൂണ്ടിക്കാട്ടി ഈ നികുതി 50% ഉയർത്തുകയായിരുന്നു. നിലവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് എതിരായ ഈ 50% താരിഫ് US തുടരുന്ന സാഹചര്യമാണുള്ളത്. ഇന്ത്യയും USഉം തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ആരംഭിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ഒരു അന്തിമ കരാറിലേക്ക് എത്താൻ ഇരു രാജ്യങ്ങൾക്കും സാധിച്ചിട്ടില്ല. 2025 അവസാനത്തോടെ ഒരു വ്യാപാര കരാർ ഉണ്ടാകുമെന്നായിരുന്നു പൊതുവെ ഉയർന്ന പ്രതീക്ഷകൾ. എന്നാൽ ആ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായില്ല. അതേസമയം ഇന്ത്യയേക്കാൾ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ചൈനയുമായി US വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി. ഇതോടെ US ഇന്ത്യ വ്യാപാര കരാർ നീളുന്നതിനുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് വിശദീകരിക്കാം. ഇതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇന്ത്യ ഒരു ആഗോള ശക്തിയായി വളർന്നു വരുന്നതിനെ US അനുകൂലമായി കാണുന്നില്ല എന്ന വിലയിരുത്തലാണ്. ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി ശക്തമായ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സ്വതന്ത്രവും തുല്യവുമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇന്ന് പല ആഗോള പ്രശ്നങ്ങളിലും ഇന്ത്യയുടെ അഭിപ്രായവും നിലപാടും കേൾക്കാൻ മറ്റു രാജ്യങ്ങൾ താൽപര്യപ്പെടുന്ന അവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം പോലുള്ള വിഷയങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച സന്തുലിത സമീപനം അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രാധാന്യം നേടിയിരുന്നു. എന്നാൽ ഇത്തരം സ്വതന്ത്രവും ശക്തമായ നിലപാടുകൾ ട്രംപിന് തീരെ താൽപര്യമില്ല. ഭൗമരാഷ്ട്രീയം, സാമ്പത്തിക സംരക്ഷണവാദം, അമേരിക്കയുടെ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള മുൻഗണനകൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ USന് ഒരു വെല്ലുവിളിയായി മാറുന്നു എന്നതാണ് വാഷിംഗ്ടണിലെ വിലയിരുത്തൽ. ലോക രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും തങ്ങളെക്കാൾ മുകളിൽ മറ്റൊരു ശക്തി ഉയരുന്നത് USന് അംഗീകരിക്കാൻ ആകില്ല. ഇതിന്റെ പ്രതിഫലനമാണ് ഇന്ത്യ US വ്യാപാര ചർച്ചകൾ പലപ്പോഴും ഫലം കാണാതെ പോകുന്നതിന്റെ കാരണം. ഉയർന്ന നികുതി ചുമത്തിയാൽ ഇന്ത്യ സമ്മർദ്ദത്തിന് വഴങ്ങുമെന്ന് ട്രംപ് വിശ്വസിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് 25% നികുതി 50% ഉയർത്തിയത്. ഈ നീക്കം ഇന്ത്യയുടെ തുണിത്തര, തുകൽ, പാദരക്ഷാ വ്യവസായങ്ങളെ നേരിട്ട് ബാധിക്കുന്നതായിരുന്നു. കയറ്റുമതി മേഖലയിൽ വലിയ ഇടിവുണ്ടാകുമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും പ്രവചിക്കുകയും ചെയ്തു. ഈ പ്രവചനങ്ങൾക്ക് പിന്നിൽ പോലും USന്റെ തന്ത്രപരമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായി. എന്നാൽ ഇന്ത്യ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നിട്ടും പ്രതീക്ഷിത തരത്തിലുള്ള വലിയ സാമ്പത്തിക തകർച്ച ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഒടുവിൽ US ഏജൻസികൾ തന്നെ ട്രംപ് നയങ്ങൾക്ക് ഇന്ത്യയെ തളർത്താൻ സാധിച്ചില്ലെന്ന് പരോക്ഷമായി അംഗീകരിക്കേണ്ടി വന്നു. ഇന്ത്യ US വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമാണെങ്കിലും തീരുമാനം വൈകുന്നതിൽ ട്രംപ് ഭരണകൂടം കടുത്ത അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട്. ഉയർന്ന താരിഫുകൾ, സങ്കീർണമായ മാനദണ്ഡങ്ങൾ, നിയന്ത്രണങ്ങളിലെ അനിശ്ചിതത്വം എന്നിവ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ സംരക്ഷണവാദ വ്യാപാര നയങ്ങൾ ട്രംപിന് അംഗീകരിക്കാനാവുന്നില്ല. ട്രംപ് നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ മുന്നോട്ടു പോകാൻ ഇന്ത്യ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമായ കരാറിൽ മാത്രമേ ഇന്ത്യ ഒപ്പുവെക്കുകയുള്ളൂവെന്ന് ഇന്ത്യൻ നേതൃത്വം പലതവണ ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതിനുമപ്പുറം കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം നിലനിർത്തുന്നതാണ് USനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന വിഷയം. ഇന്ത്യയുടെ റഷ്യൻ ബന്ധങ്ങൾ US ഇന്ത്യ ബന്ധങ്ങളിലെ വിശ്വാസത്തെ ഗണ്യമായി ബാധിക്കുന്നുവെന്ന വിലയിരുത്തലാണ് വാഷിംഗ്ടണിലുള്ളത്. നിലവിൽ ഇന്ത്യ US വ്യാപാര ബന്ധങ്ങളിൽ ഏറ്റവും വലിയ തടസ്സങ്ങൾ കൃഷി, ഡിജിറ്റൽ വ്യാപാരം മേഖലകളിലാണെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജനിതക മാറ്റം വരുത്തിയ സോയാബീൻ, ചോളം തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിപ്പിക്കാൻ US ശക്തമായ ശ്രമങ്ങൾ നടത്തുന്നു. എന്നാൽ ഇത് പ്രാദേശിക കർഷകർക്ക് ഗുരുതരമായ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഇതുവരെ ഈ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. ചൈന ഇത്തരം US ഉൽപ്പന്നങ്ങളുടെ വാങ്ങൽ കുറയ്ക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക ശ്രമിക്കുന്നത്. അതേസമയം WTOയുടെ ഇ-കൊമേഴ്സ് മൊറട്ടോറിയം ശാശ്വതമാകുന്നതിനും US പിന്തുണ നൽകുമ്പോൾ ഇന്ത്യ ഭാവി സാമ്പത്തിക സാധ്യതകൾ മുൻനിർത്തി കൂടുതൽ നയപരമായ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നു. ഇന്ത്യയുടെ ഈ നിലപാടിനെ അമേരിക്ക പിന്തുണയ്ക്കാൻ തയ്യാറല്ല. ചുരുക്കി പറഞ്ഞാൽ US വീണ്ടും ലോകരാജ്യങ്ങളെ സ്വന്തം നിയന്ത്രണത്തിലാക്കി ഒരു തരത്തിൽ കോളനികളാക്കി നിലനിർത്താനുള്ള ശ്രമത്തിലാണ് എന്ന വിമർശനമാണ് ഉയർന്നുവരുന്നത്. ട്രംപിന്റെ നയങ്ങൾക്ക് ഇന്ത്യ വഴങ്ങാൻ തയ്യാറാകാത്തതാണ് ഇന്ത്യ US വ്യാപാര കരാർ നീളുന്നതിനുള്ള പ്രധാന കാരണം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.